ചോദ്യങ്ങൾ തുടങ്ങുന്ന 46 അല്ലേ? ഒരു വാട്ടർ ടാങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോക്കുക. 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 4/3 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ്. അപ്പൊ 10.5 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 4/3 ആണ്. 4/3. അപ്പൊ വേണ്ട ടാങ്കിൽ നിറയാനുള്ള വെള്ളത്തിന്റെ 4/3 ഭാഗമാണ് ഈ 10.5. അപ്പൊ ഫുള്ള് കാണാൻ നമ്മൾ എന്താ വഴി? തല തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി, നമുക്കറിയാം. അപ്പൊ എങ്ങനെ വരും? തല തിരിച്ചിട്ട് ഗുണിക്കാറ് എങ്ങനെയാ? 10.5 10.5 10.5 എന്ത് ചെയ്താൽ മതി? 10.5 10.5 കുറച്ച് ഇതിൽ സ്പേസ് പ്രശ്നമാണ്. 10.5 4/3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ വരും? ഒന്ന് ഗുണിച്ചു നോക്കൂ, എല്ലാവരും ഗുണിച്ചു നോക്കിയാ. 10.5 4/3, പിന്നെ 4/3 അല്ല, 3/4 കൊണ്ട്. 4/3 എന്ന് പറയുന്നതാണ് 3/4. 3/4 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ. പത്തര ഇൻറ്റു 4/3. വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷമ ഭിന്നാക്കാം. അല്ലെ 10 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 3.5 എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവാൻ മതി. മൂന്ന് 3.5 ചേർന്നതാണ് 10.5. അപ്പൊ എന്ത് കിട്ടി? 14 ആ 14ആണ്. സംശയം എന്താ? 14 തന്നെയാണ് ആൻസർ. 2/2 4 കൊണ്ട് ഗുണിച്ചാൽ മതി, അതിനർത്ഥം. ലിറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തേക്ക് പോവല്ലേ? അടുത്ത എന്താ? 0.48 നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. അതിൽ ചെയ്യേണ്ടത് പിന്നെ പോയിന്റ് ഒന്നും ഇല്ല എന്നാണ് കരുതിയിട്ട് ഗുണിക്കുക. അപ്പൊ എങ്ങനെ വരും? 48 × 56 × 28 എന്ന് മുകളിൽ വരും. എഴുതിക്കോളും. ഇവിടെ ബോർഡിൽ എഴുതിയിട്ട് കാര്യമില്ല, കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്നെ പിന്നെ റെക്കോർഡാക്കി തരേണ്ടി വരും. ഇന്ന് രാവിലെ ചെയ്ത പോലെ റെക്കോർഡ് ക്ലാസ് ആക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ ഒന്ന് പറയോ? ക്വസ്റ്റ്യൻ 0.48 നിങ്ങൾ അതെടുക്കൂ. മൊബൈലാണ് കണ്ടുകൊണ്ടിരിക്കണേ? മൊബൈലിലാണ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കണേ? അതെ അതെ അതെ. നോട്ട് ചെയ്തോളൂ. 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 അത് മുകളിൽ ബൈ 3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14. ബൈ ശേഷമുള്ള ഒന്ന് പറയാം സാർ. ബൈ ഉള്ള 3.2 ഇൻറ്റു
0.21 ഇൻറ്റു 0.14. അവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട, ദശാംശം ഇല്ല എന്ന് വിചാരിച്ച് എഴുതുക. അപ്പൊ എങ്ങനെ വരും? 48 ഇൻറ്റു 56 ഇൻറ്റു 28 എന്ന് മുകളിൽ വരും. താഴെ 32 ഇൻറ്റു 21 ഇൻറ്റു 14 എന്നും വരും. ഇതിനാണ് വെട്ടി ചെറുതാക്കുക. യെസ്. ആൻസർ 8 ആണോ? ആ 8 ആണ്. ഇനി പോയിന്റിന്റെ പ്രശ്നം വരില്ല അല്ലേ? ഇനി പോയിന്റ് കണക്കൂട്ടി നോക്കൂ. 8 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് വെട്ടിച്ചെറിയാം, കിട്ടി. മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? ആ പോയിന്റ് 4, 8, 2, 1, 2, 3. 3, 3, 2, 5 ഉണ്ട്. താഴെയോ? താഴെ 5 ഉണ്ട്. അപ്പൊ 5 5 കുറച്ചാൽ 0. അപ്പൊ ഒരു പോയിന്റ് ചേർക്കേണ്ടതില്ല. ഇപ്പൊ 8 തന്നെയാണ് ആൻസർ. താഴെ 5 ഇല്ലേ? 2, 4, 5. ആ ശരിയാ. താഴെ മേലെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് ഈക്വൽ ആണ്. 8 തന്നെയാണ് ആൻസർ. ഓക്കെ ആയോ? ഓക്കെ. ഇനി അടുത്ത ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി. ഇത് എത്രാമത്തെ നമ്പർ? ഇത് നമ്പർ 48. നിങ്ങൾ തന്നെ തന്നെയാണ്. നിങ്ങൾ തന്നെ അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോൺ എത്ര? ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണാണ്. എങ്ങനെ കണക്കൂട്ടുക? അതിനെന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ സാറേ, മറന്നുപോയി. സൂത്രവാക്യമാണെന്നൊന്നുമില്ല. 120 ഡിഗ്രി മറ്റേക്ക് വരാൻ 30 ആണ്. 12 എന്ന് പറയുന്ന സൂചിയിൽ നിന്ന് 1ലേക്ക് വരാൻ 30 ഡിഗ്രിയാണ്. അങ്ങനെ മൊത്തം 360 ഡിഗ്രിയാണ്. 12 കൊണ്ട് ഇരിക്കുമ്പോൾ 30. അപ്പോ പിന്നെ 120 ഡിഗ്രി പിന്നെ സഞ്ചരിച്ചു പറഞ്ഞാൽ 4 എന്നുള്ള സൂചിയിലാണ് നിൽക്കുന്നത്. 4 എന്നുള്ള അക്കത്തിലാണ് ആ സൂചി നിൽക്കുന്നത് അല്ലേ? 4 എന്നുള്ള ഇതിൽ നിൽക്കുമ്പോ നമുക്ക് എത്ര വരും? 20 മിനിറ്റ് സഞ്ചരിച്ചു അല്ലേ? മിനിറ്റ് സൂചി 4ലേക്ക് എത്തിയാൽ എത്രയാണ്? ഒന്നിൽ നിന്ന് മാറുമ്പോൾ 5 അല്ലേ മാറുന്നത്? 12 കൊണ്ട് 5 മിനിറ്റ്, 10 ആകുമ്പോൾ 2, പിന്നെ ആ രീതിയിൽ 2 ആകുമ്പോൾ 10 മിനിറ്റ്, ആ രീതിയിൽ 20 മിനിറ്റ് സഞ്ചരിച്ചു. 20 മിനിറ്റ് ആയി കഴിഞ്ഞു അല്ലേ? 20 മിനിറ്റ് ആയി. മൊത്തം 60 മിനിറ്റ് ആകുമ്പോഴാണ് അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ 20 മിനിറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 3-1 ആയി.
ഒരു മണിക്കൂറിന്റെ 1/3 മിനിറ്റ് സൂചി. അപ്പൊ ഇതും 60 പിന്നെ ഇതിൽ 60 ആവുമ്പോ എത്ര വരും? 360 ആവുമ്പോ മറ്റാളത്തെ സഞ്ചരിക്കുള്ളൂ 30 ഡിഗ്രിയെ സഞ്ചരിക്കുള്ളൂ. 12 1 ആവുള്ളൂ, അല്ല 1 2 ആവുള്ളൂ. മനസ്സിലായോ? അതായത് മണിക്കൂർ പിന്നെ മിനിറ്റ് സൂചി 30 അല്ല പിന്നെ 360 ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോഴേക്കും നമ്മളെ മണിക്കൂർ സൂചി 30 ഡിഗ്രിയെ സഞ്ചരിക്കുള്ളൂ. പറയുന്നത് മനസ്സിലായല്ലോ? അത് മനസ്സിലായി. അപ്പൊ 120 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ മൂപ്പര് എത്ര സഞ്ചരിക്കുള്ളൂ? 10 ഡിഗ്രിയെ സഞ്ചരിക്കുള്ളൂ. കാരണം 360ന്റെ 1/3 120 ഡിഗ്രി. അപ്പൊ അയാളത്തെ സഞ്ചരിക്കുള്ളൂ 10 ഡിഗ്രിയെ സഞ്ചരിക്കുള്ളൂ. അപ്പൊ അതാണ് ആൻസർ. 10 ഡിഗ്രി എന്നാണ് ആൻസർ. ഇക്വേഷൻ ഇപ്പൊ എന്റെ ഓർമ്മയിലില്ല. ഇക്വേഷനേക്കാളും നല്ലത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അത്രയും സിമ്പിൾ ആയിട്ട് സാധനം. ഇക്വേഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 120 ആവുമ്പോ 10 ഡിഗ്രി, 240 20 ഡിഗ്രി ആവും. 360 ആവുമ്പോ 30 ഡിഗ്രി ആവും. ഒരു മണിക്കൂർ ആവും. ആ രീതിയിൽ കണക്കൂട്ടിയാൽ മതി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 49ാമത്തെ ചോദ്യം നിങ്ങൾ പിന്നെ മൊബൈൽ ഒന്ന് നോക്കന്നെ വേണം. കാരണം അത് അന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ കഴിയില്ല എനിക്ക്. മൊബൈൽ നോക്കാം. ആൻസർ 3 സാർ. ആൻസർ 3. ഓക്കെ, മറ്റുള്ളവരൊന്ന് ചെയ്തു നോക്കുക. ഒന്നുമില്ല. ആദ്യം ഏറ്റവും ചെറിയ റൂട്ട് 1 ഉണ്ട്. റൂട്ട് 1 പറഞ്ഞാൽ 1 അത് എവിടെ കിടക്കുന്നത്? റൂട്ട് 8+ എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ ഈ 8ഉം ആ 1 കൂടി 9 ആവും. അപ്പൊ അതിന്റെ റൂട്ട് 3 വരും. ആ 3ഉം ഈ 13 കൂടി കൂട്ടിയാൽ 16 ആവും. റൂട്ട് 4 ആണ്. 4 ആവും. 21 + 4 25 ആവും. 25ന്റെ 5 ആവും. അപ്പൊ ഈ 4ഉം 5ഉം 9 ആണ്. 9ന്റെ റൂട്ട് 3. അങ്ങനെ ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് ആക്കി തരേണ്ടി വരും ഇതൊക്കെ ചെയ്യാൻ. കാരണം വെച്ചാൽ ബോർഡിൽ എഴുതിയാലേ ക്ലിയർ ആവും. അത് എനിക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടി. ആയിക്കോട്ടെ, മറ്റുള്ളവരെ പറയാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാ. ഓക്കെ, ശുഭ ഓക്കെ എന്ന് കരുതുന്നു. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്. 8 സംഖ്യകളുടെ ശരാശരി 32. അപ്പം തുക ഒന്ന് കാണൂ. തുക എങ്ങനെയാണ്? 32 × 8 കണ്ടോളൂ. 256 എന്ന് വരും. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. അപ്പൊ 31. അപ്പൊ തുക എത്രയായി മാറി? 31 × 7 ആവും. 8 ആകെയുള്ളത്. അപ്പൊ 7 ഉണ്ടാവുള്ളൂ. 31 × 7 കാണും. അപ്പൊ 217 എന്ന് വരും. അപ്പൊ ഒഴിവാക്കിയ സംഖ്യ എന്താണ്? 256 217 കുറച്ചതായിരിക്കും. നിങ്ങൾ ആ ചോദ്യം ഒന്ന് എവിടെയെങ്കിലും എഴുതി വെക്കേണ്ടതായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്. അതായത് ചോദ്യം പറയുമ്പോഴാണ് ബുദ്ധിമുട്ട്.
39 അല്ലേ സാർ ആൻസർ? 39 കിട്ടി. ചോദ്യം കാണാൻ കഴിയുന്നു. ഞാനിതിൽ നോക്കി ക്വസ്റ്റ്യനും എഴുതി, പിന്നെ കൺഫ്യൂഷൻ ആയി. ആ ചോദ്യം ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. അതാണ് 39 എല്ലാവർക്കും കിട്ടും, അത് ഈസിയാണ്. പിന്നെന്താ ഉള്ള കുഴപ്പം? പിന്നെ വരുന്ന 4A = RB = 8C ആയാൽ A:B:C നമ്മളെങ്ങനെ ചെയ്യാ? അതിന്റെ ലസാഗു കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഹരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ലസാഗു എത്രയാണ്? 4, 6, 8. അതിന്റെ ലസാഗു 24ആണ്. 4ന്റെയും 6ന്റെയും 8ന്റെയും ലസാഗു 24ആണ്. അറിയാലോ ലസാഗു കാണാൻ. അപ്പൊ 24ആണ്. ആ 24 എന്ത് ചെയ്യണം? ഈ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടും? 4A = RB = 8C എന്നാണ്. അപ്പൊ ആദ്യം വരെ 4ആണ്. 4A എന്ന് പറയുമ്പോൾ 4ആണ്. അപ്പൊ 24 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6. അപ്പൊ 6:2 ആയി. അടുത്തെന്താ? 24 ഏതുകൊണ്ട് ഹരിക്കണം? 6 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 4. അപ്പൊ 6:4 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ വരണ്ടേ? 24 8 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര വന്നു? 3 കിട്ടും. അപ്പൊ ആൻസർ 6:4:3 എന്നുള്ളതാണ്. മനസ്സിലായോ? 6:4:3 കിട്ടി. ഇങ്ങനത്തെ കണക്കുകൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ആദ്യം ലസാഗു കാണുക, ലസാഗു കണ്ടിട്ട് ഓരോന്നിനാണ് ഹരിക്കുക, വേറെ ഒന്നും ചെയ്യാൻ. ഓക്കെ ആയില്ലേ? ഇതിലാരോ ആൻസർ 4:6:8 ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിൽ പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് കോപ്പി അടിച്ച് വെച്ചാന്ന് തോന്നുന്നു. അത് ആൻസർ അവര് ചെയ്തതിൽ തെറ്റാ. പിന്നെ ഒരു കവാടത്തിൽ 4 മണികളുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. ഇതും ലസാഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, മറ്റേ അതേപോലെ തന്നെ 10 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ 4ന്റെയും 6ന്റെയും 8ന്റെയും 10ന്റെയും ലസാഗു കാണണം ആദ്യം. ആദ്യത്തെ പണി അതാ. 4, 6, 8, 10 ലസാഗു കാണും. അപ്പൊ എത്ര വരും? ഓക്കെ വീണ. 4, 6, 8, 10 ലസാഗു എത്രയാണ്? 60 കിട്ടും നമുക്ക്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ലസാഗു 60ആണ് കിട്ടുക. ലസാഗു കാണാൻ അറിയില്ലെങ്കിൽ അത് വേറെ ക്ലാസ് എടുത്ത് തരാം. 4, 6, 8, 10ന്റെ ലസാഗു 60 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 60 സെക്കൻഡ് കൂടുമ്പോഴാണ്, അല്ല എന്താ പറഞ്ഞത്, 60 സെക്കൻഡ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കണത്? അല്ല 4, 6, 8, 10 അല്ലേ? സോറി, 120 ആവും കേട്ടോ. ഞാൻ പറഞ്ഞെടുത്ത് ചെറിയൊരു ഫാൾട്ടാണ്. കാരണം 60 കിട്ടൂല. 60 8 ഒതുങ്ങൂല, ബാക്കിയൊക്കെ ഒതുങ്ങും. ബാക്കിയെല്ലാം ഒതുങ്ങും, 8 ഒതുങ്ങൂല. അപ്പൊ 120 ആണ് ശരി. 120 സെക്കൻഡിലാണ് എല്ലാം കൂടി ഒരുമിച്ച് മുഴങ്ങും. 120 സെക്കൻഡ് എത്രയാണ്? 2 മിനിറ്റ് ആണ്. 120 സെക്കൻഡ് 2 മിനിറ്റ് ആണ്. അപ്പൊ 2 മിനിറ്റ് ചേരുമ്പോഴാണ് ഇത് എല്ലാം കൂടി ഒരുമിച്ച് മുഴങ്ങുക. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? ആദ്യം എല്ലാം കൂടി മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റ് ഉണ്ട്. ഈ 30 മിനിറ്റിൽ എത്ര 2 മിനിറ്റ് ഉണ്ട് നോക്കിയാൽ മതി. എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് 15 ഉണ്ട്. 15. അപ്പൊ 15 പ്രാവശ്യം പിന്നെന്ത് ചെയ്യും? ഇവ ഒരുമിച്ച് മുഴങ്ങും. ഐഡിയ കിട്ടിയോ? ഈ LCM 120 കിട്ടില്ല സാറേ? 120 ആണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞല്ലോ. അത് ഓക്കെ, അതല്ല പറഞ്ഞേ. ആ കിട്ടിയ LCM-നെ പിന്നെ 30 കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കോ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2 മിനിറ്റ് ആണ്. 2 മിനിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? 2 മിനിറ്റ് ആണ്. അപ്പൊ 2 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ 4 മണികൾ ഒരുമിച്ച് മുഴങ്ങുന്നത്. ഇപ്പൊ മുഴങ്ങി കഴിഞ്ഞപ്പോ ഒരുമിച്ച് മുഴങ്ങിയാൽ പിന്നെ 2 മിനിറ്റ് ചേരുമ്പോ വീണ്ടും 4 ഒരുമിച്ച് മുഴങ്ങും. അങ്ങനെ 30 മിനിറ്റ് ആകുമ്പോ എത്ര 2 മിനിറ്റ് ഉണ്ട് നോക്കിയാ പോരെ? ആദ്യത്തെ 2 പിന്നെ 8 അങ്ങനെ അങ്ങനെ പോയി 30 ആകുമ്പോഴേക്ക് എത്ര പ്രാവശ്യം ആവും?
15 പ്രാവശ്യമാവില്ലേ? ആ അതായത് 30/2 അങ്ങനല്ലേ ആ വരിക? 30/2. ആ അപ്പൊ 15 പ്രാവശ്യമാണ് പിന്നെ ഈ ഒരുമിച്ച് മുഴങ്ങുന്നത്. ഏത് 30 മിനിറ്റ്. ആ അപ്പൊ പിടി കിട്ടി അതിന്റെ കാര്യം. ആ ഓക്കെ ഓക്കെ. ചെയ്യേണ്ട രീതി മനസ്സിലായി. ആദ്യം ലസാഗു കാണുന്നു. അപ്പൊ സെക്കൻഡ് ആണെങ്കിൽ അത് മിനിറ്റിക്ക് മാറ്റണം. ആ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഒക്കെ നമുക്ക് മൈൻഡിൽ മനസ്സിൽ കണക്കൂട്ടാവുന്നേ ഉള്ളൂ. പേനും പെൻസിലും കൂടി ആവശ്യമില്ല. അടുത്തതൊന്ന് ശ്രദ്ധിക്കണം. എന്താ ചോദ്യം? കണ്ടോ? എല്ലാവരും ചോദ്യം ശ്രദ്ധിക്കും. 5 പുരുഷന്മാർ അല്ല ജിതിന്ന് വായിക്കും. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത്? ഒരു കച്ചവടത്തിൽ 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാം? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് കാര്യമുള്ളൂ. എഫിഷ്യൻസി ഞാൻ പറയട്ടെ? ഓ പറഞ്ഞോ സാർ പറഞ്ഞോ. അതായത് 5 പുരുഷന്മാർ 3 ദിവസം എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര പണിയാ? 15 ജോലിയാ. ശരിയല്ലേ? 15 ജോലിയാണ്. പിന്നെ അതേപോലെ സ്ത്രീകളുടെ കാര്യത്തിലോ 6 സ്ത്രീകൾ 4 ദിവസം അല്ലേ? അപ്പൊ അല്ലെ? അപ്പൊ 24 ദിവസം അല്ലെ? 15 ദിവസം കൊണ്ട് ഒരു പുരുഷൻ എടുക്കുന്ന ജോലി സ്ത്രീകൾ 24 ദിവസം കൊണ്ടാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? ഒരു ഇത് വേണം. ഒരു വുമൺ ഡേ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുകിൽ പിന്നെ മാൻ ഡേ വുമൺ ഡേക്ക് മാറ്റണം, അല്ലെങ്കിൽ വുമൺ ഡേ മാൻ ഡേക്ക് മാറ്റണം. നമ്മൾ വുമൺ ഡേ മാൻ ഡേക്ക് മാറ്റിയാണ്. എങ്ങനെയാ? 15 മാൻ ഡേയ്സ്, 15 ആളുകൾ പിന്നെ ചെയ്യുന്ന ജോലി 15 മാൻ ഡേയ്സ് ആണ്. അതായത് ഒരാള് ആ ജോലി ആ ജോലി ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ 15 ദിവസം വേണം. ശരിയല്ലേ? ഒരു ലേഡി ഒരു സ്ത്രീ അത് ചെയ്യണമെങ്കിലോ 24 ദിവസം വേണം. 24 ദിവസം വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 15 മാൻ ഡേ എന്ന് പറയുന്നതാണ് 24 വുമൺ ഡേ. ശരിയല്ലേ? അപ്പൊ ഒരു മാൻ ഡേ എത്രയാ? അല്ല, ഒരു വുമൺ ഡേ. മാൻ ഡേക്ക് അല്ലല്ലോ നമ്മൾ മറ്റേ വുമൺ ഡേക്കാ മറ്റോ. ഒരു വുമൺ ഡേ എത്രയാണ്? 15/24 ആണ്. 15/24. ഐഡിയ കിട്ടിയോ? എല്ലാവരും ഓക്കെ ആയോ? അത് ഓക്കെ ആയാലേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. മനസ്സിലായിട്ടില്ല അറിയാം. ഒന്നുകൂടി പറഞ്ഞാലോ ഓക്കെ ആവുമായിരുന്നു. അതായത് 5 ആണുങ്ങള് 3 ദിവസം ജോലി ചെയ്യാറ് 15 ഒരു ആൺ ചെയ്യുകയാണെങ്കിൽ 15 ദിവസം വേണം. ഒരു പെണ്ണ് ചെയ്യുകയാണെങ്കിൽ 24 ദിവസം വേണം. അപ്പൊ എന്താണ് നമുക്ക് അർത്ഥം? 15 ആണുങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞാൽ 24 പെണ്ണുങ്ങളുടെ ദിവസമാണ്. അപ്പൊ ഒരു പെണ്ണിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ആകുമ്പോൾ എത്രയാണ്? പെണ്ണും ആണും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അത് 15/24 മാൻ ഡേ ആണ്. ഒരു വുമൺ ഡേ ഈസ് ഈക്വൽ ടു കണിക്ക് എഴുതി വെച്ചോളൂ. അവിടെ ഒരു വുമൺ ഡേ ഈസ് ഈക്വൽ ടു 15/24 മാൻ ഡേ. അങ്ങനെയാണ് കണക്ക് കിട്ടുക. തിരിച്ചും പറയാട്ടോ, തിരിച്ചും വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഒരു മാൻ ഡേ ഈസ് ഈക്വൽ ടു 24/15 വുമൺ ഡേ എന്നും പറയാം. അത് തെറ്റൊന്നുമല്ല, അത് ശരിയാ. 4/15 അങ്ങനെയാവാം. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് മാറ്റുന്ന നിർബന്ധം. അപ്പൊ നമ്മൾ മാൻ ഡേയിലേക്ക് മാറ്റി. അപ്പൊ മാൻ ഡേയിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? 5 പുരുഷന്മാരുണ്ട്, അപ്പൊ 5 ഡേയ്സ് ആയി അല്ലേ? ശരിയല്ലേ? അല്ല, 5 പുരുഷന്മാർ നമ്മൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ 5 ആളുണ്ട്, അവർ ഫുള്ളാണ് 5 പേര്. പിന്നെ ലേഡീസിന്റെ കാര്യത്തിലോ 4 ലേഡീസാണ്. 4 ലേഡീസ്, 4 ലേഡീസ്, 4 ലേഡീസ്. ഒരു ലേഡീസ് മാൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയേ ഉള്ളൂ? ഫുൾ ഡേ അല്ല, ഫുള്ള് കണക്കൂട്ടാൻ പറ്റൂല. എത്ര കണക്കൂട്ടാൻ പറ്റുള്ളൂ? ഇൻറ്റു 15/24 പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 15/24, 24/15 അതുവരെ മനസ്സിലായി. ബാക്കി അങ്ങോട്ടുള്ള അതന്നെ സ്റ്റെപ്സ് ആണ് അറിയില്ല. ഇതിപ്പോ മാൻഡേൺ കണക്ക്, നമ്മൾ ആണുങ്ങളുടെ കണക്കിലാണ് കൊടുക്കുന്നത്. അപ്പൊ 5 ആണുങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ പണിയെടുക്കുന്നത്. ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ 5 ആള് പണിയെടുക്കുന്നത് 5 ആൾ തന്നെയാണ്, ഫുള്ളാണ്. പെണ്ണുങ്ങള് ലേഡീസ് 4 ആളുണ്ട്, പക്ഷെ അവര് പിന്നെ മാൻഡേ കണക്കാക്കുമ്പോൾ എത്രയുള്ളൂ? ഒരാള് 15/24 ഉള്ളൂ. 5×4 9 കണക്കൂട്ടാൻ പറ്റില്ല, 9 തികയില്ലത്. 2 കൂട്ടർ ഒരേ ഈക്വലാണ് ജോലി ചെയ്യുന്നെങ്കിൽ 5×4 9 എന്ന് പറയാം. പക്ഷെ ഇവിടെ ലേഡീസിന് കുറച്ച് കുറവ് പറയുന്നുണ്ട്. അതാണ് 4×15/24. 4×15/24 എന്ന് പറഞ്ഞാൽ 45 60, 60/24 എന്ന് പറഞ്ഞാൽ 2.5. 2.5ആണ്. 60ന് 24 കൊണ്ട് ഹരിച്ചാൽ 2.5 കിട്ടും. അപ്പൊ ഈ 5ഉം ആ 2.5 കൂടി എത്രയായി? എങ്ങനെ 60 കിട്ടിയ സാറേ? 60. 4×15 60. 60ന് 24 കൊണ്ട് ഹരിച്ചപ്പോ 2.5. ഈ 5ഉം ആ 2.5. അപ്പൊ എത്രയുള്ളൂ? 7.5 അല്ലെങ്കിൽ 7/1/2. ഈ 60 എത്ര വരുന്നത്? 60/24. 24. അത് 2.5. അത് 2.5. അതായത് അവൾ ശരിക്കും യഥാർത്ഥത്തിൽ അവർ 9 ആളുണ്ട് ജോലി ചെയ്യണത്. 5 ആണും 4 പെണ്ണും കൂടി ലേഡീസ് എന്ന് പറഞ്ഞാൽ 9 ആളുകൾ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ കണക്കൂട്ടാൻ എത്തിയേ പറ്റുള്ളൂ, 7.5 ജോലിയെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? 7.5 ആളുകളുടെ 7.5 ആണുങ്ങളുടെ ജോലിയെ കണക്കൂട്ടാൻ പറ്റും. 7.5 ആണുങ്ങൾ. പുരുഷന്മാരാണെങ്കിൽ 7.5 പുരുഷന്മാരുടെ ജോലിയെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ 7.5 ജോലി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് എത്ര ജോലിയാണ് മൊത്തം? 15 ആളുടെ ജോലിയാണ് ഉള്ളത്. അപ്പൊ 7.5 ആള് പണിയെടുക്കുമ്പോ എത്ര ദിവസം വേണം? 2 ദിവസം വേണം. വുമന്റെ അതിലേക്ക് മാറ്റുമ്പോ എങ്ങനെ വരിക നോക്കൂ സാറേ? വുമണിന്റെ ആക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 2 ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. നോക്കട്ടെ. 4 + 5 × 24/15 എഴുതണം. അങ്ങനെ ചെയ്തോളൂ, അതും കുഴപ്പമൊന്നുമില്ല. 4 + 5 × 24/15. അല്ല 5 എത്ര? 4 + 5 × കേട്ടോ, സോറി, 5 × 24/15. ഇപ്പൊ എല്ലാം കൂടി 12 ആൻസർ കിട്ടും. പിന്നെ ലേഡീസ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? 24 ദിവസം വേണം. 12 റെഡി. അപ്പൊ 2 ആൻസർ കിട്ടുമ്പോ കുഴപ്പമൊന്നുമില്ല. നേരത്തെ എങ്ങനെയാണ് വന്നത്? പിന്നെ ഇന്റത് എങ്ങനെ? ഇപ്പൊ ഇത് 4 + 5 × എന്ന് വന്നില്ലേ? നേരത്തെ ഈ പുരുഷന്മാരത് എങ്ങനെയാണ് വന്നത്? വൈറ്റ് ബോർഡിലുണ്ട്. 5 + 4 × 15/24. 5 + 4 × 15/24. ഓക്കെ. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ ആയി കരുതുന്നു. സംശയമുണ്ടെങ്കിൽ പിന്നെ തീർക്കാം കേട്ടോ. ഇതിങ്ങനെ വരും. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കുഴപ്പമാണ്. കാരണം എല്ലാ പോർഷൻസും കവർ ചെയ്താൽ മാത്രമേ ഏതൊരു ഐഡിയ കിട്ടുള്ളൂ. നിങ്ങൾ കവർ ചെയ്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്.
അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ജിതിൻ വായിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ വായിക്കേ. എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എ എന്ന സ്ഥലത്തു നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗത്തിലാണ് കാർ യാത്ര ചെയ്തത്. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. പെട്രോൾ അടിക്കാൻ കയറിയതിനെ കൊണ്ട് 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. രണ്ടും ഒരുമിച്ചാണ് എത്തിച്ചേർന്നത് ഒരേ സമയത്ത്. എങ്കിൽ കാറിന്റെ വേഗത. ഒരുമാതിരി ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വെറുതെ അല്ല ഓരോരുത്തർക്ക്. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതായത് 3 മിനിറ്റ് അവർ പെട്രോൾ അടിക്കാൻ നിർത്തി, എന്നിട്ടും കാറ് ഒപ്പം എത്തി അല്ലേ? അപ്പോ മൊത്തം എത്ര മിനിറ്റ് വേണ്ടിയിരുന്നു കാറിന്? 6 മിനിറ്റ് മതി. അതായത് അതിന്റെ പകുതി സമയമാണ് അവർ നിർത്തിയതും ചുരുക്കം. ഇവര് പകുതിയല്ലേ, പിന്നെ ബൈക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇരട്ടിയും പകുതിയാണല്ലോ. അപ്പൊ 3 മിനിറ്റ് കാർ നിർത്തി. ആ നേരം കൊണ്ട് ആള് പിന്നെ നമ്മളെ ബൈക്ക് അവിടെ എത്തി. 3 മിനിറ്റ് നിർത്തിയിട്ടും മൂപ്പര് അവിടെ എത്തി അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം 6 മിനിറ്റ് കൊണ്ടാണ് നമ്മളെ കാർ അവിടെ എത്തുക. അപ്പൊ നിങ്ങള് ഒരു പിന്നെ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നുള്ളത് കണക്കൂട്ടിയാൽ മതി. അതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എളുപ്പ വഴിയുണ്ട്. അതിൽ എത്ര ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഓരോന്ന് ചെക്ക് ചെയ്താൽ പോയാലും വളരെ സിമ്പിളാണ്. ഏതൊക്കെ ഓപ്ഷൻ അതിലുള്ളത് ഇതിനൊക്കെ പറ്റിയ നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ വെറും മാത്സ് മാത്രമല്ല, കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. ഏതൊക്കെ ഓപ്ഷനാണ് സാറേ? പറയൂ. അതിലൊരു 3 എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ, വേറൊന്നും ഇല്ലല്ലോ? മതി, 3 മിനിറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? 3 മിനിറ്റ് മതി. പിന്നെ ഇപ്പൊ ഒന്നിന്റെ ഇരട്ടിയാണ് മറ്റേ, അങ്ങനെ എന്തൊന്ന് പറയുന്നുണ്ടല്ലോ. അത് മാത്രാണ് ചിന്തിക്കാനുള്ള കാര്യങ്ങള്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. അതില് പിന്നെ ആൻസർ 100 കിലോമീറ്റർ എന്നാണ്. നിങ്ങൾ 100 കിലോമീറ്റർ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആണ്, ആൻസർ കിട്ടും. അല്ല, നിൽക്കൂ. 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 100 കിലോമീറ്ററിലാണ് പോണത്. അപ്പൊ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മതി? 20-1 മതി. 20-1 ആണ് എത്രയാണ്? 3 മിനിറ്റ് മതി. പോരെ? പോരെ? ആൻസർ ശരിയായില്ലേ? അതെ, അത്രേ ഉള്ളൂ. നിങ്ങളെ കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ വളരെ ഈസിയാ മാത്സ്. നമ്മളെല്ലാ ഇക്വേഷനിലൂടെ എല്ലാം സിസ്റ്റമാറ്റിക് പോകുമ്പോഴാണ് പ്രശ്നം. ഓക്കെ ആയില്ലേ എല്ലാവരും? തലേ കേറിയില്ല. ഒന്നുമില്ല, ഇവര് ഫസ്റ്റിൽ പെട്രോൾ അടിക്കാൻ നിന്നു 3 മിനിറ്റ്. ആ 3 മിനിറ്റ് കൊണ്ട് മറ്റേ ആള് ഇയാളെ എത്തുള്ളൂ, ഇയാൾ പകുതി എത്തുള്ളൂ. ആര്? നമ്മളെ ബൈക്കുകാരൻ അല്ലേ? പിന്നെ ഈ 3 മിനിറ്റ് കൊണ്ട് അയാൾ എവിടെ എത്തുള്ളൂ? അടുത്ത പകുതി കൂടി ആകുമ്പോൾ കറക്റ്റ് പോയിന്റിൽ എത്തും. ഇവർക്ക് ആ 3 മിനിറ്റ് കൊണ്ട് അടുത്ത 3 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും ചെയ്യാം കാറിന്. ഇത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഐഡിയ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓപ്ഷൻ ഓരോന്ന് നോക്കുക. ഇക്വേഷൻ ഉണ്ടോ സാറേ?
ഞാൻ ഇക്വേഷനെ കുറിച്ച് അല്ല ചിന്തിക്കണത്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ലോജിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എത്ര ഇക്വേഷൻ പഠിക്കേണ്ടി വരും നമ്മളപ്പോ? അതാ ഞാൻ പറഞ്ഞത്. എന്തിനാ ഇക്വേഷൻ പഠിക്കാൻ നിൽക്കണത് നിങ്ങള്? വെറുതെ അനാവശ്യമായിട്ട് ഇക്വേഷൻ പഠിക്കണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലേ? നിങ്ങൾ അതിന്റെ ലോജിക്ക് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നാളെ വീണ്ടും ഞാൻ എപ്പോഴും പറഞ്ഞത് ഈസി ആയിട്ട്. നമ്മുടെ ബ്രെയിന് അങ്ങനെ കുഴപ്പമില്ല. നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കയറൂല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കിട്ടും ചെയ്യും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു തന്ന പോയിന്റ് നിങ്ങൾ ഇനി ആലോചിച്ചോളൂ. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാ ബേജാറാവണേ? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ പരീക്ഷയുടെ ഡേറ്റ് ഇപ്പൊ LPSC പരീക്ഷ ഉണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. മാത്സിൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പരീക്ഷയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി എന്നെ അറിയിക്കുകയാണ്. ഞാൻ അതിനനുസരിച്ച് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് തരാൻ. ഞാൻ അറിയുന്നില്ല, നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല ഈ കാര്യങ്ങൾ കേട്ടോ. ഞാൻ വേറെയും കുറെ വർക്കുകൾ ചെയ്യുന്നോണ്ടേ. അപ്പൊ അതൊന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ സഹായം എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇത് തൽക്കാലം ഞാൻ അവിടെ വിടുകയാണ്. കാരണം വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടല്ല, ഒന്നുകൂടി ചിന്തിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം ഇതിന് പല വഴി. ശരി, അടുത്ത ചോദ്യം. നേരത്തെ കണക്കിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാറേ. ഈ 5 + 4 × 15/24 എന്ന് പറയുന്നില്ലേ, അത് ഈ 24ഉം 60നെയും വെട്ടിച്ചുരുക്കിയിട്ട് 5ആണ് ആൻസർ കിട്ടുന്നത്. അല്ല, 60/24. 60/24, പക്ഷെ +5 ഉണ്ടല്ലോ. 5 ഉണ്ട്. അപ്പൊ 60/24 എന്ന് പറയുന്നത് 2.5 ആ 2.5 കുറച്ച് കൂട്ടുമ്പോ 7.5 കിട്ടും. അപ്പൊ കിട്ടൂല്ലേ? അങ്ങനെയാണ്. ഓക്കെ ശരി. ശരി, അടുത്ത ചോദ്യം വായിച്ചോളൂ. എവിടെ എത്തിയിട്ടുള്ളൂ? അടുത്ത ക്വസ്റ്റ്യൻ 20, 40, 22, 38, 26, 34. 20, 40, 22, 38, 26, 34. ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ യഥാക്രമം എഴുതാൻ. അതിലൊന്നുമില്ല. അത് പിന്നെ നമ്മളെ പിന്നെ ഓരോന്ന് ഇടവിട്ടിട്ടാണ് എടുത്താൽ മതി. ആദ്യത്തെ പറയൂ. ആദ്യത്തെ ഏതാ നമ്പർ? 20. പിന്നെ വരുന്നത് 40 ഡബിൾ. 40 വിടും. പിന്നെ അടുത്തത് പിന്നെ 22. 22. 20 22ക്ക് എത്രയായി? 2 കൂടി. 2 കൂടി. അതിന് അടുത്ത ആളെ വിടൂ, അപ്പുറത്തെ ആളെ പറയൂ. 38. 40 2 കുറഞ്ഞ് 38. പിന്നെ അപ്പൊ 22 4 കൂടി 26. അപ്പൊ 4ആണ് കൂടിയത്. അപ്പൊ ഓട്ടോമാറ്റിക് ഇനി എത്ര കൂടണം? 38 4 കുറഞ്ഞ് 34. അല്ല, ഒരു സീരീസ് ആദ്യം ക്ലിയർ ചെയ്തോളൂ, മറ്റവിടെ നിന്നോട്ടെ. 20 പിന്നെ 22 അപ്പൊ 2 കൂടി. പിന്നെ 26 ആകുമ്പോ 4 കൂടി. ഇനി അടുത്ത 6ആണ് കൂടണ്ടേ. 26 6 32. ശരിയായോ? 32. മറ്റേത് ഇനി മറ്റേത് എന്ത് സംഭവിച്ചു? 40 ആയി. 40 2 കുറഞ്ഞു. അതല്ലേ 38 വന്നു അല്ലെ? അങ്ങനെയല്ലേ? പക്ഷേ ഇതില് ഓപ്ഷനിൽ കാണുന്നത് 32 28 ആൻസർ. 32 ഇത് ആദ്യം 2 കൂടിയിട്ട് പിന്നെ 4. അത് മനസ്സിലായി. ഞാൻ പറയുന്നേക്കോ, അത് കഴിഞ്ഞു. ആദ്യത്തെ സംഖ്യ 32 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? 40ന്റെ സീരീസ് എടുക്കും. 40 പിന്നെ 38 വന്നത് 38. അപ്പൊ 2 കുറഞ്ഞു. പിന്നെ എത്രയായി? 34 അപ്പൊ എത്ര കുറഞ്ഞു? 4 കുറഞ്ഞു. 4 കുറഞ്ഞു. 6 കുറയണം. 34 6 കുറഞ്ഞ എത്ര? 28. 28. അതന്നെ 32 28 ആണ് ആൻസർ. അത് 2 മുറിക്കുക, എന്നാൽ എളുപ്പം കിട്ടും. ഓക്കെ, ആൻസർ A ആണ് വരുന്നത്. ശരിയാ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പുറത്തെ ആൻസർ ഇങ്ങനെ ആയി പോകും. അതാണ് കണ്ടാൽ തന്നെ അറിയാം 2 മുറിക്കണം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കേണ്ടത്. ആദ്യം 2 4 കൂടി, പിന്നെ 6 കൂടി, പിന്നെ 8 കൂടി, അങ്ങനെ ആയി പോകുന്നത്. അങ്ങനെ പോയിക്കോളും. അതങ്ങനെ പോട്ടെ. ഇത് മറ്റൊരുത്ത് കുറയുകയും ചെയ്യും.
മറ്റെടുത്തില് അതേപോലെ തന്നെ കുറയും. ഓക്കെ, അപ്പൊ അത് കിട്ടും. എല്ലാരും ഓക്കെ എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം അല്ലേ? വായിച്ചോളൂ. ബാക്കിയുള്ളവർ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ് എങ്കിൽ തുക എത്ര? ഒരു നിശ്ചിത തുകയ്ക്ക് 5%. നിങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ തുക എന്നുള്ള 100 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 10000 അതിലേതെങ്കിലും ഒന്നുണ്ട് ആണ് ഞാൻ കരുതുക. നിങ്ങളെ അപ്പോൾ ശരിയാവും. അതേ വഴിയുള്ളൂ. അതാണ് എളുപ്പ വഴി. ഏതാണ് കണ്ടത്? ഏത് വഴിയിൽ പറഞ്ഞു? ഏതാണ് കണ്ടത്? 100 വേണോ 1000 വേണോ? 1000 വെച്ചെടുക്കാം. 1000 വെച്ചോളൂ. 1000 വെക്കുമ്പോ കണക്കൂട്ടും, എഴുതിക്കോളൂ. 5% 5% എന്ന് പറഞ്ഞാൽ 50 റുപ്യല്ലേ? 50. അപ്പൊ ഒന്നാമത്തെ കൊല്ലം അയാൾക്ക് എത്ര? 1050 ആയി അല്ലേ? രണ്ടാമത്തെ കൊല്ലം അതിന്റെ 5% കാണും. അതിന്റെ 5% കാണും. 1050ന്റെ 5% കാണും. അല്ല, 52.5 52.5 അല്ലേ? 52.5. അപ്പൊ ഇതില് നമ്മൾ കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 52 തന്നെയല്ലേ നോക്കണം? ശരിയല്ലേ? 52. ഓക്കെ. അപ്പൊ ഇതില് ആദ്യത്തെ കൊല്ലത്തിൽ ഒരു വ്യത്യാസമല്ല. ആദ്യത്തെ കൊല്ലം സാധാരണ പലിശയായാലും കൂട്ടുപലിശയായാലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരേ തുക തന്നെ കിട്ടുക. രണ്ടാമത്തെ കൊല്ലത്തിലെ വ്യത്യാസം വരും അല്ലേ? അപ്പൊ ഈ 1000 രൂപയാണെങ്കിൽ എത്ര രൂപ ഇപ്പൊ 5% വെച്ച് മാറ്റം വരുന്നുള്ളൂ? 2 റുപ്യയുടെ മാറ്റം വരുന്നുള്ളൂ അല്ലേ? അപ്പോ 10000 ആണെങ്കിലോ? 10000 ആവുമ്പോ 25 റുപ്യ. അപ്പൊ 1 ലക്ഷം ആണെങ്കിലോ? 1 ലക്ഷം ആവുമ്പോ 250. അപ്പോ പിന്നെ 4 ലക്ഷം ആണെങ്കിലോ? 1000. കണക്ക് ശരിയായില്ലേ? 4 ലക്ഷം ആവുമ്പോ 1000. ഓക്കെ. ആൻസർ ഓപ്ഷനിൽ 4 ലക്ഷം ഉണ്ട്. ഇപ്പൊ ചെയ്യേണ്ട രീതി നിങ്ങളെ സൗകര്യം പോലെ 100, 1000, 10000 ഏതെങ്കിലും ഒന്നാണ് കരുതിയിട്ട് തുടങ്ങിയാലേ കണക്ക് ശരിയാവും. അല്ലെങ്കിൽ നമ്മളെ സമയം മുഴുവൻ പോകും ഇങ്ങനത്തെ കണക്ക് വന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ള 100 വേണമെങ്കിൽ 100 ഇട്ട് തുടങ്ങും, 1000 എടുത്ത് തുടങ്ങും, 10000 എടുത്ത് 1 ലക്ഷം ആണെങ്കിൽ അങ്ങനെയാവും കേട്ടോ. 1 ലക്ഷമായിട്ട് അങ്ങനെ നമ്മൾക്ക് സൗകര്യമുള്ള ഒരു കണക്കെടുക്കുക, ഒരു സംഖ്യ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. 10, പിന്നെ 100, 1000, 10000, ലക്ഷം അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ടാണ് തുടങ്ങിയ വളരെ ഈസി ആയിട്ട് സമയം ലാഭിക്കാം, കണക്ക് പെട്ടെന്ന് ചെയ്യാം. ഇല്ലെങ്കിൽ തല കറങ്ങും ഇങ്ങനത്തെ കണക്ക് വന്നാൽ. ഓക്കെ, അതാണ് എളുപ്പവഴി. പിന്നെ അടുത്തത് പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ ഓക്കെ ആയിരിക്കൂലേ? ഹലോ, ബാക്കിയുള്ളവർ ഓക്കെ അല്ലേ? ഇറങ്ങിപ്പോയോ? അടുത്ത് വായിക്കല്ലേ. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് വെറുതെ മനസ്സിലാണ് കണക്കൂട്ടാം. എന്താ ചെയ്യേണ്ടത് പറയൂ? ആദ്യം ഒരു സംഖ്യയുടെ എത്ര മടങ്ങാ? 4 മടങ്ങ്. അപ്പൊ എക്സ് ആണെങ്കിൽ എത്ര? 4x ആയില്ലേ? 4x. സംഖ്യ എക്സ് ആണെങ്കിൽ 4x. പിന്നെയോ? ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ. അല്ല, അങ്ങനെയല്ല. ഒരു സംഖ്യയുടെ 4 മടങ്ങ് പിന്നെന്താ പോണത്? അതന്നെ, 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 4x എന്നുള്ള സംഭവം അവിടെ കിട്ടിയാലോ? അതവിടെ നോട്ട് ചെയ്തേക്കും. 4x നോട്ട് ചെയ്തേക്കും. ഇനി ഇനി എന്താ പറഞ്ഞത്?
ആ സംഖ്യയേക്കാൾ അപ്പൊ എക്സിനേക്കാൾ 2 എക്സ് മൈനസ് 2 അല്ലെ? എക്സിനേക്കാൾ 2 പറഞ്ഞാൽ എക്സ് മൈനസ് 2 അത് ബ്രാക്കറ്റ് ഇടും. എക്സ് മൈനസ് 2 എന്നുള്ള ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യണം? 5 മടങ്ങിനേക്കാൾ. അപ്പൊ എക്സ് മൈനസ് 2 ബ്രാക്കറ്റിലുണ്ട് ഇൻറ്റു 5 എന്ന് എഴുതും. ഇൻറ്റു 5. പിന്നെന്താ സംഭവിക്കണേ? 1 കൂടുതലാണ്. പ്ലസ് 1 എന്നും കൂടി എഴുതും. എങ്കിൽ ആദ്യത്തെ സംഖ്യ അതവിടെ നിൽക്കട്ടെ. എക്സ് മൈനസ് 2 ഇൻറ്റു 5 എത്ര? 5x മൈനസ് 10 എന്നല്ലേ? 5x മൈനസ് 10. എക്സ് മൈനസ് 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 5x മൈനസ് 10 എന്ന് കിട്ടിയില്ലേ? 10 എവിടുന്ന് വന്നു? 2 ഇൻറ്റു 5. 2 ഇൻറ്റു 5. അപ്പൊ എക്സ് മൈനസ് 10 പിന്നെന്താ പ്ലസ് 1 ഉണ്ട് അല്ലേ? എക്സ് മൈനസ് 10 പ്ലസ് 1. എക്സ് മൈനസ് 10 പ്ലസ് 1 പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് 9 എന്നല്ലേ? എക്സ് മൈനസ് 9. എക്സ് അല്ല, അതിന്റെ എക്സ് മാത്രല്ലേ ഉള്ളൂ. 5x ഇല്ലേ? 5x മൈനസ് 5x മൈനസ് 9 9 കിട്ടിയില്ലേ? അപ്പുറത്തെ ആളുള്ളത് 4x ഉണ്ട്. അതിന് ഇക്വേഷൻ എഴുതിയോളൂ. 4x സമം എഴുതിക്കോളൂ. 4x സമം 5x മൈനസ് 9. 5x മൈനസ് 9. ഈ 4x അങ്ങോട്ടും കൊണ്ടുപോകാം, മൈനസ് 9 ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 4x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ അപ്പുറത്ത് 5x മൈനസ് 4x എന്ന് വരും. ഈ മൈനസ് 9 ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് 9 ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ. അപ്പോ 9 പ്ലസ് മനസ്സിലായില്ല എന്ന് പറയുന്നു. ഓക്കെ, 9 പ്ലസ് 5x മൈനസ് 4x. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ബോർഡിലൊന്ന് എഴുതി നോക്കാം. 4x അല്ലേ? 4x സമം 5x മൈനസ് 9. ഇതുവരെ എല്ലാവരും ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണ്? ഓക്കെ. മറ്റുള്ളവർ കൂടി പറയും, ഇതുവരെ ഓക്കെ ആണോ? സാർ ഫസ്റ്റ് ഇതെങ്ങനെ വരികയെന്ന് പറഞ്ഞത്, ബാക്കി സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. അതിൽ ക്വസ്റ്റ്യനിൽ വരുന്നത് നമ്മൾ അങ്ങനെ എടുത്ത് എഴുതില്ലേ, അതെങ്ങനെ വരികയെന്നൊന്ന് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യനിൽ തന്നെ 4 ഇരട്ടി എന്ന് പറയുമ്പോ ഒരു സംഖ്യ എക്സ് എന്ന് കരുതുക. അപ്പൊ 4x മൈനസ് 2 അല്ലേ വരിക? ഇത് മൈനസ് 2 എവിടെ അങ്ങനെ വരുന്ന? പിന്നെ ജിതിനൊന്നുകൂടി ചോദ്യം വായിക്കും. 2 കുറവാണ്. അല്ലല്ല, അത് എവിടെ? ജിതിൻ വായിക്കും, ചോദ്യം വായിക്കും. ശരിക്കും നോക്കൂ. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ. അവിടെ നിർത്തും, ആദ്യം നിർത്തും, അവിടെ നിർത്തും. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, അവിടെ മതി, അവിടെ നിർത്തും. അപ്പൊ 4x കിട്ടിയ. ഓക്കെ, 4x. ഇനി എന്താണ് പറഞ്ഞത്? ആ സംഖ്യയേക്കാൾ 2 കുറഞ്ഞത്. എക്സ് ആണെങ്കിൽ എക്സ് 2 കുറയണം. അപ്പൊ എങ്ങനെ വന്നു? എക്സ് മൈനസ് 2. അത് ബ്രാക്കറ്റിലിടണം അല്ലെ? അതിനെന്ത് ചെയ്യണം? അതിന്റെ 5 മടങ്ങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു 5 അത് എത്രയാ? 5x മൈനസ് 10 എന്ന് വരും അല്ലേ? അതോടെ നിക്കട്ടെ. എക്സ് മൈനസ് 2ന്റെ 5 മടങ്ങാണ് എത്ര? 5x മൈനസ് 10 അല്ലേ? ഇതിപ്പോ വരിക 4x, പിന്നെ 4x വിടൂ. 4x അവിടെ വിട്ടിട്ട് ബാക്കി എടുക്കും. 4x നമ്മള് 5 2നോടും ഗുണിച്ചു. 5x മൈനസ് 10. അതെ, 5x മൈനസ് 10 വരും. പ്ലസ് 1 മൈനസ് 10 പ്ലസ് 1. ഈ മൈനസ് 10 പ്ലസ് 1 കൂടി കൂട്ടുമ്പോ 9 മൈനസ് 9 വരും. 5x മൈനസ് 9 അല്ലേ ആ സൈഡിൽ വരുന്നത്? അതെ. ഈ 4x ഈ 5x മൈനസ് 9 തുല്യമാണെന്നല്ലേ കണക്ക് പറയണത്? അതെ. അപ്പൊ എന്ത് കിട്ടിയത്? അതാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. 4x സമം 5x മൈനസ് 9.
ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയാലും ഇനി അറിയോ? അല്ല ഇനി മാറ്റുമ്പോ കൺഫ്യൂഷൻ. ഇനി ഒന്നും മാറ്റാനില്ല. ഈ 4x അങ്ങോട്ട് കൊണ്ടുപോയി, 4x അങ്ങോട്ട് കൊണ്ടുപോയി. എങ്ങോട്ട്? 5x അടുത്തേക്ക് കൊണ്ടുപോയി. 9 + 5x - 4x. അല്ല പറയുന്നത്, ഈ 4x ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ആരുണ്ട്? 5x ഉണ്ട്. ഈ 4x അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്തായി? -4x ആയി. ഇവിടെ പ്ലസ് ആയി, അങ്ങോട്ട് പോകുമ്പോ മൈനസ് ആവും. 5x - 4x കിട്ടിയോ? സമം ഈ -9 ഇങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ ആയി വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ 9 എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ കിട്ടി? 9 = 5x - 4x എന്ന് കിട്ടി. ശരിയല്ലേ? ഓക്കെ ആയോ? 9 = 5x - 4x. 5x 4x കുറച്ച x. അപ്പൊ x = 9 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ ഇല്ലേ? ശരി. ഞാൻ അടുത്ത കണക്ക് വായിച്ചോളൂ. അടുത്ത കണക്ക്. ഓക്കെ. ഒരു കച്ചവടക്കാരൻ 1500 രൂപ വാങ്ങിയ ഫാന് 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം. ഓരോരോ ഘട്ടമായിട്ട് ചെയ്യും. അപ്പോഴേ കണക്ക് ഇതാവുള്ളൂ. എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ബേജാറാവും. ആദ്യം പരസ്യവില എത്തിയെന്ന് കണക്കൂട്ടു. 1500ന്റെ 20% കൂടി കൂട്ടുക. 1500 × 120/100 ചെയ്തോളൂ. 1500ന്റെ 20% എന്ന് പറഞ്ഞാല് 20% കൂട്ടി 300. 300. ഓക്കെ. 1500 300 എത്രയായി? 1800 ആയി. 1800 ആയി. അതാണ് 10% കുറച്ച് കഴിഞ്ഞാൽ 180 പരസ്യവില. 10% കുറച്ചാൽ 180 പറഞ്ഞു. 1620 അല്ലേ? 1620 ആള് വിൽക്കുന്നത്. ഇനി എന്താ വേണ്ട നമുക്ക്? അതില് കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ട് വിൽക്കുന്നെങ്കിൽ ലാഭശതമാനം. 10% പിന്നെ കുറച്ചാൽ 180 കുറച്ചാൽ എത്രയാണ്? 1620 വരും അല്ലേ? 1620. അപ്പൊ അയാൾ 1500 വാങ്ങിയ സാധനം വിൽക്കണത് എത്രയ്ക്കാ? 1620. അപ്പൊ അയാൾക്ക് എത്ര ലാഭമുണ്ട്? 120 രൂപ ലാഭമുണ്ട്. 120 ലാഭം. ഏതിന്? വാങ്ങിയ വിലമ്പില് അല്ലെ? ലാഭശതമാനം നഷ്ടശതമാനം ഏതിലാ കണക്കൂട്ടുണ്ടായി? വാങ്ങിയ വില. വാങ്ങിയ വിലയാണ്. അപ്പൊ 120/1500 × 100. 8% സാർ? യെസ്, 8%. ഓക്കെ. അത് 10% 150. 120 വരുമ്പോ 8%. അത് സെറ്റ്. 58 59 അപ്പൊ 120/1500 × 100 എന്ന് വരും. അതിനെ വെട്ടി ചെറുതാക്കിയാൽ 8% 8 എന്ന് കിട്ടും. 8%. ബാക്കിയുള്ളവർ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം. അത് ഓക്കെയാ? ബാക്കിയുള്ളവരും കൂടി അഭിപ്രായം. ഓക്കെ ആണോ? ഹലോ, ബാക്കിയുള്ളവർ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കല്ലേ? വീഡിയോ കൂടി ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അടുത്തേക്ക് പോവാം.
ഹലോ, ബാക്കിയുള്ളവർ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൂടി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോകും. ശരി, വായിച്ചോളൂ. 59ാമത്തെ ക്വസ്റ്റ്യൻ. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ്. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്ക്വയർ ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുക. അത് മനസ്സിലെപ്പോഴും ഉണ്ടാവും. ചതുർഭുജത്തിലെ ഏറ്റവും കൂടുതൽ സ്ക്വയർ ആണ്. മനസ്സിലായോ? അല്ല, വേറെ ഏത് ചതുരാക്കിയാലും പരപ്പളവ് ഇത്ര കിട്ടൂല. ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുന്നത് സ്ക്വയറിനാണ്. സ്ക്വയറിനാണെങ്കിൽ 1 മീറ്റർ കമ്പി ഇതാണുള്ളത്, 100 സെന്റിമീറ്റർ ആണ്. അതിന് 4 സ്ക്വയർ ആകുമ്പോൾ തുല്യമായിട്ട് മുറിക്കണമല്ലോ. അപ്പൊ ഒരു വശത്തിട്ട് ഒരു വശം പറയോ, ഒരു വശത്തോട്ട് വരും. കമന്റ് ചെയ്യും. സാർ അത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? 1 മീറ്റർ ആണ് ആകെ ഉള്ളത്. ആ മീറ്ററിനെ സ്ക്വയർ ആക്കി വളച്ചെടുക്കണം. അപ്പൊ ഒരു വശത്തെ വരുന്നാണ് ചോദിച്ചത്. സ്ക്വയർ ആക്കുമ്പോ 4 വശങ്ങൾ വേണം. അപ്പൊ 1 മീറ്ററിന് 4 മുറിച്ചാൽ എത്ര വരിക? 1 മീറ്ററാണ് 100 സെന്റിമീറ്റർ. അതെ, 1 മീറ്റർ 25 സെന്റിമീറ്റർ. അതെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ 100 സെന്റിമീറ്റർ ആണ്. ആ 100 സെന്റിമീറ്റർ 4 മുറിച്ചാൽ എത്ര വരിക? 25 സെന്റിമീറ്റർ. അപ്പൊ സ്ക്വയർ ആകുമ്പോൾ 4 വശങ്ങളും 25 സെന്റിമീറ്റർ ആയിട്ട് വരും. എല്ലാ വശവും 25 സെന്റിമീറ്റർ ആണ്. സ്ക്വയറിന്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? വശം ഇൻറ്റു വശം. അറിയാലോ, ചതുരാണെങ്കിൽ നീളം ഇൻറ്റു വീതി, സ്ക്വയർ ആണെങ്കിൽ സമചതുരാണെങ്കിൽ വശം ഇൻറ്റു വശം, അല്ലേ? അപ്പൊ 625 സെന്റിമീറ്റർ സ്ക്വയർ ആ സാർ? യെസ്, അത് തന്നെയാണ്. മറ്റുള്ളവർ ഓക്കെ ആണോ? ഒരു വശം 25 ആണെങ്കിൽ അതിന്റെ പരപ്പളവ് 25 ഇൻറ്റു 25 സമം 625 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. അത് ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം. സമയത്തിലാണ് അത് രൂപം എന്നുള്ളത്, അല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ. അല്ല, ശൈല ചതുർഭുജം എന്നല്ലേ പറയുന്നത്? ആ ചതുർഭുജമാണ്. ചതുർഭുജത്തിൽ ഏറ്റവും എന്താ പറയുക, പരപ്പളവ് കൂടണം. പരപ്പളവ് കൂടണമെങ്കിൽ അത് സ്ക്വയർ ആയാലും നിർബന്ധമാണ്, സമയത്തിലാവണം. സമചതുരാവണം അല്ലേ? അങ്ങനെയാണെങ്കിലേ കൂടുള്ളൂ. ഈ ഒരു ലോജിക്ക് കിട്ടിയാലോ? ലോജിക്ക് തലയിൽ വേണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുടിക്കും. നല്ല അല്ലെങ്കിൽ കിളി പോകും. ഒന്നും പറയുന്നില്ലല്ലോ, ഒന്നും കമന്റ് ചെയ്യണില്ല. ഇതിലില്ലേ? ഉറങ്ങിപ്പോയോ? ഓക്കെ, അടുത്തോട് വായിച്ചു പറഞ്ഞോളൂ. നോക്കട്ടെ, നീ ഉണ്ടോ നോക്കട്ടെ. 60ാമത്തെ ഒന്നുകൂടി ഇല്ലേ? 60 നോക്കട്ടെ. 60ാമത്തത് ഇവിടെ ഉണ്ടെന്നാണ് എന്റെ തോന്നണം. എനിക്ക് തോന്നലോ, അറിയില്ല, ഞാൻ നോക്കാം. നോക്കട്ടെ. ഇല്ല, 59 ഉള്ളൂ. നോട്ടെ. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റ് വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%,
ആരോഗ്യം 20%, വിനോദം 15%. എല്ലാം കൂടി ഒന്ന് കൂട്ടി എല്ലാം കൂടി ഭക്ഷണം 30, എല്ലാം കൂടി കൂട്ടും മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടാം അല്ലെ. 40ഉം 20ഉം 65, 70, 80, 100 തന്നെ. 100 വന്നിട്ടുണ്ട്. അപ്പൊ 100% full. 100%. പൈ ഈ ഡയഗ്രാം വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവ്. അതായത് പൈ ഈ ഡയഗ്രാം വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കോണളവ്. ഇവിടെ ശ്രദ്ധിക്കുക, പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സർക്കിളാണ് രൂപം. ആ സർക്കിളിനെ മുറിച്ചാണ് ഉണ്ടാക്കുക പൈ ഡയഗ്രാം. മനസ്സിലാവുന്നുണ്ടോ? ആ സർക്കിള് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ് മൊത്തം. ആ 360 ഡിഗ്രീനെ കേന്ദ്രകോൺ 360 ഡിഗ്രീനെ കട്ട് ചെയ്തെടുക്കണം. ഈ എല്ലാറ്റിനും മുറിക്കും. അപ്പൊ അതില് പിന്നെ 25% എന്ന് പറയുന്നുണ്ട് അല്ലെ. വിദ്യാഭ്യാസം 25% അല്ലെ. 25%. 25% എന്നാണ് 100%ത്തിന്റെ എത്ര ഭാഗം? 4/1. 4/1. അപ്പൊ ഈ 360നെ 4/1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാല്ലേ. 360നെ 4/1. സർക്കിളിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ 360 ആണ്. അതില് 360 ഇൻറ്റു 1/4. 1/4 അറിഞ്ഞാൽ എത്ര വരും? 90 ഡിഗ്രി എന്ന് വരും. മറ്റതൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. 20% ആണെങ്കിൽ 1/5. 100ന് 20/100 അല്ലെങ്കിൽ 20/100 നേരിട്ട് എഴുതിയാലും മതി. 20/100 90 ഡിഗ്രിയാണ് ആൻസർ. 20/100 ആണ് എത്രയാണ്? 1/5 ആണ്. അപ്പോ 360നെ 1/5 കൊണ്ട് ഹരിച്ചാത്ത വരും. അതാണ് എന്ത് ആരോഗ്യത്തിന് വരും. അതും 90 തന്നെയല്ലേ വരിക? അല്ല, 300 അങ്ങനെ 20% ആകുമ്പോ 25ന് അങ്ങനെ വരുമോ? അത് വരില്ല. 360 20/100 1/5. 360 വിദ്യാഭ്യാസത്തെ അല്ലേ ഇവിടെ ചോദിച്ചുള്ളൂ. 360നെ 5 കൊണ്ട് ഹരിച്ചാത്ത വരും. കണ്ടുപിടിക്കും. 360നെ 5 കൊണ്ട് വെച്ചാല് 365. ആണോളൂ 72 ഡിഗ്രി. 72 ഡിഗ്രി. 72. അതാണ് അതിന്റെ ആരോഗ്യത്തിന് വരിക. 72 ഡിഗ്രി വരിക. അങ്ങനെ ഓരോന്നിനും അങ്ങനെ കണക്കൂട്ടാം നമുക്ക്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പൈ ഡയഗ്രാം ഉണ്ടാക്കുക. ആദ്യം സർക്കിൾ വരയ്ക്കും, അതിനുശേഷം ഓരോരോ കോണളവ് ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തത്തിലുള്ള ഈ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാല് എളുപ്പാ. മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. അത് നോട്ട് ചെയ്ത കേട്ടോ. നോട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടെത്തിക്കോളാം കേട്ടോ. ഒരു ഭക്ഷണത്തിന് എത്രയൊക്കെ ഡിഗ്രി കണക്കൂട്ടാം. കാരണം ഇത് മാത്രം നിർത്തണ്ട. ആൻസർ മറ്റു നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. 360നെ 30. ഭക്ഷണമാണെങ്കിൽ 360നെ 30/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോന്നും ചെയ്ത് അത് കിട്ടും. എല്ലാം കൂടി കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും ചെയ്യും. വിദ്യാഭ്യാസം 25 1/4. ഓക്കെ. അപ്പൊ എന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 30% എന്ന് പറയുന്നത് 1/3 1/3 എങ്ങനെയാ? 30/100 അല്ലേ? 1/3 അല്ല, അത് എത്ര വരിക? 30% വരുമ്പോ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. 360 ഇൻറ്റു 30/100. അതില് അപ്പൊ 3/10 എന്ന് കിട്ടും. അപ്പൊ 36 കിട്ടും. അപ്പൊ 108 ഡിഗ്രി എന്ന് കിട്ടും. 30/100. ഓക്കെ. എല്ലാം അതേപോലെ കിട്ടും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ തന്നെ ചോദിച്ചാൽ ചിലപ്പോ ഇതിപ്പോ കറക്റ്റ് 25 ഡിഗ്രി 20% കിട്ടിയത് കൊണ്ട് തെറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. 108 ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ അറിയാത്തോണ്ടല്ല, നിങ്ങൾ എല്ലാ പോർഷനും കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ. ഓക്കെ. അപ്പൊ എന്നാ തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്.